Hi dears, welcome to English classes at Radhika Rinesh. Here is a video as the chapter overview and exam preparations. In the last video, we were discussing about the first and second modules of AEC 1 Sciences book. And in this video, I'm going to tell an overview of the third and fourth module of this book. Okay, all the chapters are being discussed, so listen carefully. The first chapter of Module 3 is a poem, The Piece of Wild Things by Wendell Berry. നമുക്കറിയാം ഒരു ഷോർട്ട് പോമാണ്, വളരെ ബ്യൂട്ടിഫുൾ പോമാണ്. In this poem, Wendell Berry is telling about the peaceful nature of wild things of forest, how nature is protecting us, etc. നേച്ചർ ആസ് റെഫ്യൂജ്. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വെൻഡൽ ബറി ഇവിടെ പറയുന്നത് നമ്മൾ നേച്ചറിലേക്ക് മടങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ നേച്ചറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന എല്ലാ ദുഃഖങ്ങളും മറന്നു പോകും എന്നുള്ളതാണ് പറയുന്നത്. നേച്ചർ ആസ് എ റെഫ്യൂജ്. The speaker finds peace in nature, escaping the anxiety and worries of human life by connecting with the wild things, animals and the natural world. എല്ലാ worriesഉം മറന്നു പോവാൻ ഈ natural things അല്ലേ, എല്ലാ ആങ്സൈറ്റിയും worriesഉം എല്ലാം മറന്നു പോകും. Simplicity versus complexity. The wild things live free from human concerns, offering a contrast to the complicated and troubled human existence. Their simplicity provides the speaker with solace. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സൊല്യൂഷൻ, എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്? അവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും വളരെ സിമ്പിളാണ്. സിമ്പിൾ വേ ഓഫ് ലിവിങ് ആണ്, അവർക്കൊന്നും വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, വി വിൽ ഗെറ്റ് റിലാക്സ്ഡ്. പക്ഷേ ഹ്യൂമൻ ലൈഫ് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലെക്സ് ആണ്, ഭയങ്കര പ്രൊബ്ലമാറ്റിക് ആണ്. Letting go of control. The poem suggests that true peace comes when we stop trying to control everything and allow ourselves to accept the natural flow of life as the wild things do. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം. എല്ലാം ലൂസായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ വിചാരിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ടെൻഷൻ അറ്റ് ഓൾ. Healing power of nature. Nature serves as a healing force, offering emotional and spiritual relief from the stresses of modern life. ഈ മോഡേൺ ലൈഫിൻ്റെ സ്ട്രെസ്സൊക്കെ ഇല്ലാതേക്കാനുള്ള ഒരു ഹീലിംഗ് പവറായിട്ട് അല്ലേ, എല്ലാം ഭേദമാക്കുന്ന ഒരു പവറാണ് ആക്ച്വലി നേച്ചർ. സ്പിരിച്വൽ കണക്ഷൻ. ദ പോം alludes to a deeper spiritual connection with nature, where the peace found in the wild offers comfort and renewal in times of personal struggle. അപ്പം നമുക്കുള്ള എല്ലാ നമ്മുടെ ടെൻഷനൊക്കെ ഇല്ലാതേക്ക് നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒരു റിന്യൂവൽ, നമ്മളെ റീജനുവേനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് റിഫ്രഷ് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടാണ് ഇവിടെ നേച്ചറിനെ പറയുന്നത്. ദർ ഇസ് എ സ്പിരിച്വൽ കണക്ഷൻ വിത്ത് നേച്ചർ. നമുക്കൊരു ആത്മബന്ധം ഉണ്ടാവണം നേച്ചറുമായിട്ട്. A Day in the Country is a very famous short story by the Russian writer Anton Chekhov. Introduction to the setting. The story takes place in a quiet rural area, capturing the simplicity and beauty of village life. അല്ലേ, വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. Fiocla's agency. Fiocla, a 6-year-old girl, she is a beggar, runs through the countryside seeking help of her brother Danilka, who is in trouble. ഡനിൽക്കയ്ക്ക് വേണ്ടി സഹായം ചോദിക്കാനാണ്. ഡനിൽക്ക അവളുടെ ബ്രദറാണ്. നമ്മുടെ ഫിയോക്ല ആരുടെ അടുത്ത് വരുന്നത്, ടെറൻറ്റിയുടെ അടുത്ത്. ടെറൻറ്റി ആരാണ്? ഫിയോക്ല അപ്രോച്ചസ് ടെറൻറ്റി, എ കൈൻഡ് ആൻഡ് നോളജബിൾ കോബ്ലർ, നോസ് ഫോർ ഹിസ് കമ്പാഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. കോബ്ലറാണ്, ചെരുപ്പുകുത്തിയാണ്, വളരെ കൈൻഡാണ്. ഡെനിൽക്കാസ് പ്രോബ്ലം എന്തായിരുന്നു? ഡെനിൽക്ക എന്ത് പ്രോബ്ലത്തിലാണ് പെട്ടത്? Terenti learns that Danilka's hand is trapped in the hollow of a tree, causing great distress. കുക്കുവിൻ്റെ എഗ്ഗ് എടുക്കാൻ വേണ്ടി, കുക്കു എന്ന് പറഞ്ഞു വെച്ചാൽ കുയിലിൻ്റെ എഗ്ഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ പൊത്തിൽ കൈയിട്ടതാണ്. ആൻഡ് ഹിസ് ഹാൻഡ് വാസ് ട്രാപ്ഡ്, ഒരു കയ്യെ കുടുങ്ങിയുള്ളൂ. ടെറൻറ്റി ടു ദ റെസ്ക്യൂ. വിത്തൗട്ട് ഹെസിറ്റേഷൻ ടെറൻറ്റി accompanies ഫിയോക്ല and skillfully frees Danilka's hand from the tree, demonstrating his practical skills. അല്ലേ, വളരെ വിദഗ്ധമായി പുറത്തെടുക്കുന്ന, ഒരു കുഴപ്പവും പറ്റിയില്ല. അതിനേക്കാൾ കഷ്ടം അവിടെ എന്തുണ്ടായിരുന്നു, ഹണി ബീയുടെ ഒരു കൂടുണ്ടായിരുന്നു. ഓക്കെ, സോ എനിവേ നത്തിങ് ഹാപ്പൻഡ്. എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചർ. ആഫ്റ്റർ ഹെൽപ്പിംഗ് Daninka, Terendi takes the children on a walk through the countryside, sharing his knowledge about nature.
പിന്നെ ആ കൺട്രി സൈഡിൻ്റെ ഭംഗിയൊക്കെ വിവരിച്ചുകൊണ്ട് അവർ ആ കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമം കേട്ടോ, അതിലൂടെ നടക്കുകയാണ്. Terendi as a mentor, he teaches the children about the birds, plants and the natural world, enriching their understanding of their surroundings. അല്ലേ, ഇവർ ഓർഫൻസ് ആണ് ഈ രണ്ട് കുട്ടികൾ. അപ്പോൾ അവരുടെ ഒരു ഫാദർ ലൈക്ക് ഫിഗറാണ് ടെറൻറ്റി. The children's gratitude. Fiokla and Danilka look up to Terendi with admiration and affect, appreciating his wisdom and kindness. വളരെ സ്നേഹത്തോടു കൂടെയാണ് അതുപോലെ ബഹുമാനത്തോടു കൂടെയാണ് they see Terendi. Themes of kindness and nature. The story highlights the themes of compassion and bond between humans and nature and the value of education through experience. Education through experience. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ അനുഭവങ്ങളിലൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് എബിലിറ്റി. അപ്പോൾ ആ ഒരു പ്രാക്ടീസാണ് നമ്മുടെ ഫിയോക്ലയ്ക്കും അതുപോലെ ഡെനിൽക്കയ്ക്കും ഉള്ളത്. കാരണം ദേ ആർ നോട്ട് അറ്റ് ഓൾ ഏബിൾ ടു ഗോ ടു സ്കൂൾസ്. And the conclusion, the narrative ends on a reflective note emphasizing the enduring impact of kindness and the simple joys of rural life. അല്ലേ, എത്ര നന്നായാണ് ഈ ടെറൻറ്റി അവരെ കെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് ആ ബ്രെഡ് അവരുടെ തലയ്ക്ക് അടിയിൽ വെച്ചിട്ട് അവർ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് അയാൾ പോകുന്നത്. ഓക്കെ, മേ ഗോഡ് ബി വിത്ത് യു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ റൂറൽ ലൈഫിലുള്ള ഇന്നസെൻസ്, അവരുടെ കെയറിങ്, ഇതൊക്കെയാണ് ഈ സ്റ്റോറിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. Raman as a science communicator, a historical perspective, which is an article written by G.V. Pavankumar. We all know that C.V. Raman is a legendary scientist in India. The article highlights the role of C.V. Raman, an Indian physicist, in communicating science and making significant contribution to both scientific research and public understanding of science. നമുക്കറിയുന്ന പോലെ തന്നെ സി വി രാമൻ വളരെ വലിയൊരു സയൻറ്റിസ്റ്റാണ്, ഫിസിസ്റ്റാണ് ഇന്ത്യയിലെ തന്നെ. അദ്ദേഹം എങ്ങനെയാണ് സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, സയൻസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത്. രാമൻസ് ഡിസ്കവറി. രാമൻ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഡിസ്കവറിംഗ് ദ രാമൻ ഇഫക്റ്റ് ഇൻ 1928, which explained the scattering of light and won him the Nobel Prize in Physics in 1930. നമുക്കറിയാം ആകാശത്തിന് എന്തുകൊണ്ട് നീല നിറം വന്നു, കടലിന് എന്തുകൊണ്ട് നീല നിറം വന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അല്ലേ ഈ ഇൻവെൻഷൻ ഉണ്ടായത്, ഈ ഡിസ്കവറി ഉണ്ടായത്, നോട്ട് ഇൻവെൻഷൻ. സോ ഫോർ ദിസ് ഡിസ്കവറി ഹി റിസീവ്ഡ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഡ്യൂറിങ് ദ ഇയർ 1930. Then science communication in India. Raman was a pioneer in promoting scientific knowledge and research in India, making science more accessible to the public, especially in an era when scientific communication was not as widespread. നമുക്കറിയാം പണ്ടത്തെ കാലത്തൊന്നും റിസർച്ച് ജേർണൽസോ സയൻറ്റിഫിക് ജേർണൽസോ അല്ലെങ്കിൽ ടെലിവിഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത്, വളരെ കുറച്ചായിരുന്ന സമയത്ത്, സോഷ്യൽ മീഡിയയുടെ കാലമൊന്നും അല്ലാത്ത സമയത്ത് സയൻസ് കമ്മ്യൂണിക്കേഷൻ വാസ് സോ ഡിഫിക്കൾട്ട്. ഈവൻ നൗ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ മുമ്പൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടേ ഉള്ളൂ. അതിൽ കാൾ സേഗൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയ ഈസ് നോട്ട് അറ്റ് ഓൾ കെയറിങ് അബൌട്ട് സയൻറ്റിഫിക് റിസർച്ചസ് ആസ് വെൽ ആസ് സയൻറ്റിഫിക് ഫൈൻഡിങ്സ് അല്ലേ. അപ്പോൾ സ്പേസിനെ പറ്റിയിട്ടൊക്കെ പറയാൻ അവർക്ക് ഇഷ്ടമാണ്, പക്ഷേ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ടോ ഒന്നും അവർ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഇതിന് കുറേ കാലം മുൻപത്തെ അവസ്ഥയിൽ ഇതിനേക്കാളും ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ഫോർ സയൻറ്റിസ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ. എന്നാൽ പോലും ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ രാമൻ തൻ്റെ കണ്ടുപിടുത്തങ്ങളും തൻ്റെ കോൺസെപ്റ്റുകളും എല്ലാ കാര്യങ്ങളും ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. കോമൺ പീപ്പിൾ വിത്ത് കോമൺ പീപ്പിൾ. Okay, then Raman's lectures and popular writings. He was an eloquent speaker and a prolific writer. സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളായിരുന്നു സി വി രാമൻ. His lectures both in India and abroad played a key role in introducing complex scientific idea in a simple and engaging manner. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ രാമന് കഴിയുമായിരുന്നു. Role in establishing scientific institutions. Raman was involved in the establishment of institutions like the Indian Institute of Science IISc in Bangalore and played a vital role in strengthening the scientific community in India. On his retirement from
IIS, Indian Institute of Science. He founded CV, that is Raman Research Institute, that is RRI in Bangalore. Then encouraging young scientists. That is the later one, that is the Indian Institute of Science was in Bangalore, and before that he worked at the um, Indian Association for the Cultivation of Science, that is IACS in Kolkata. Encouraging young scientists. Raman was decided to nurturing young talent. He wanted to find out the young scientists. ഓക്കെ, അപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് അതിനാണ് പബ്ലിക്കുമായിട്ട് അയാൾ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഹി ന്യൂ ദ ഫാക്ട് ദാറ്റ് the future scientists are from the public. He mentioned many students and young scientists, encouraging them to pursue research in various fields of science. റിസർച്ച് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലത്തെ റിസർച്ച് ഓറിയന്റഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ. സയൻസ് ഫോർ ദി മാസസ്. Raman strongly believed that science should not be confined to labs or academics but should be shared with the general public. ഓക്കെ, പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ലാബിൽ ഒതുങ്ങുന്നതല്ല സയൻസ് എന്നുള്ളതായിരുന്നു രാമന്റെ ഒരു അഭിപ്രായം. He worked towards making science relevant to everyday life, writing for popular science magazines. He was a science communicator. For that purpose, he wrote in science magazines. Raman contributed to various popular science magazines and journals, helping bridge the gap between scientists and the broader public. Okay, പബ്ലിക്കും സയൻസും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കണം അല്ലേ. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതൊരു മാറ്റണം എന്നത് രാമന്റെ ആവശ്യമായിരുന്നു. International recognition. Although Raman's primary focus was on Indian scientific advancement, his work gained international acclaim, helping to raise the profile of Indian science globally. Nobel Prize വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ he is a globally acclaimed scientist from India. Legacy as a science communicator. Raman's legacy as a science communicator is immense. He has not only made groundbreaking scientific discoveries but also worked tirelessly to inspire future generations of scientists and educated the public about the importance of science in society. അപ്പോൾ സയൻസിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ഒരു മിഷൻ തന്നെയായിരുന്നു. ദ റെഡ് റൂം ബൈ H.G. Wells. സ്റ്റോറി നമ്മൾ ഇട്ടതായിരുന്നു. ഒരു മിസ്റ്റിക് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പ്ലോട്ട് സമ്മറി ആയിട്ട് പറയാം. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ യങ് മാൻ ഹു വിസിറ്റ്സ് എ മിസ്റ്റീരിയസ് supposedly haunted room in an old castle. He is told by the elderly residents that the room is dangerous, but he is determined to stay there and prove that he is not haunted. അല്ലേ, വളരെ ധൈര്യത്തിൽ ആ റൂമിലേക്ക് കയറി പോവുകയാണ്, ഹോണ്ടഡ് റൂമിലേക്ക്. അപ്പോൾ മൂപ്പര് പറയുന്നത് അയാൾക്ക് പേടിയില്ല എന്നുള്ളതാണ് രീതിയിലാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്താണ്, ഹി കുഡിൻറ്റ് ലൈറ്റ് എ സിംഗിൾ ക്യാൻഡിൽ ഇൻ ദാറ്റ് റൂം. എല്ലാ ക്യാൻഡിലും ഉടനെ തന്നെ അണഞ്ഞു പോവുക. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഹി വാസ് ടെറിഫൈഡ്. Over time, he becomes overwhelmed by fear and experiences strange, eerie sensations, ultimately realizing that the true danger comes from his own fear. Okay, പിന്നെ മൂപ്പർക്ക് കൂടുതൽ പേടിയാവാൻ തുടങ്ങി. പിന്നെ ബോധം കെട്ട് വീണു. പിന്നെ രാവിലെയാണ് കണ്ണു തുറക്കുന്നത്. അപ്പോൾ എനിവേ അദ്ദേഹം തിരിച്ചറിയുകയാണ് അത് നോട്ട് അറ്റ് ഓൾ എ കോസ്റ്റ്ലി എക്സ്പീരിയൻസ്, ബട്ട് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂ ടു ഹിസ് ഫിയർ. അല്ലേ, സ്വന്തം പേടി കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ദ പവർ ഓഫ് ഡാർക്ക്നെസ്. ആ റൂമിൽ അത്രയും ഇരുട്ടുണ്ടായിരുന്നു. ഒരു മെഴുകുതിരി പോലും കത്താൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ഇരുട്ടായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത്. തീം ഓഫ് ഫിയർ. ദ സെൻട്രൽ തീം ഈസ് ദ പവർ ഓഫ് ഫിയർ. The story explores how fear, even without physical danger, can overpower the mind and make people act irrationally. നമുക്കറിയാം, പേടി വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. The red room is a symbol of the mind's fears and uncertainties. Setting. The story takes place in an old, dark and eerie castle. The red room itself, with its gloomy atmosphere and the mysterious legends surrounding it, contributes to the feeling of dread and suspense in the story. ഇപ്പോൾ ഭയങ്കര സസ്പെൻസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഒരു പണ്ടത്തെ ഒരു ഓൾഡ് കാസലിലാണ് നമ്മുടെ സ്റ്റോറി നടക്കുന്നത്.
ഡ്രാക്കുള കൊട്ടാരം പോലത്തെ ഒരു കാസിലാണ്. Character development. The protagonist begins the story confident and rational, but as he stays in the room, his fear grows stronger. His transformation from skeptic to frightened individual highlights how fear can affect one's perception and behavior. നമുക്കറിയാം പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്ന്. അയാൾ ആദ്യം സ്കെപ്റ്റിക് ആയിരുന്നു. നോ ഘോസ്റ്റ് വിൽ ബി ദെയർ, ഐ വാണ്ട് ടു പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞ് കയറിപ്പോയതാണ് റെഡ് റൂമിലേക്ക്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അയാൾ അവിടെ ബോധം കെട്ട അവസ്ഥയിൽ മറ്റുള്ളവർ എടുത്തുകൊണ്ട് വരായിരുന്നു. ഓക്കെ, ദെൻ ഐറണി, അത് കാരണം അതിൻ്റെ ഫിയർ ആണ്. The story ends with an ironic twist. The protagonist, after experiencing fear, realizes that the real horror was not the supernatural but his own psychological reaction to the room. This suggests this fear often exists in the mind, not in external things. അപ്പോൾ പേടിയാണ് കാരണം. Fear is the main cause or root cause of the things happened in that red room. So people used to go that room with a mindset that this room is something horrible or haunted. So they have to meet with atrocities, or they meet with uncommon or unnatural things with that room. So this is happening everywhere. അപ്പം ഫിയർ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. റൈറ്റിംഗ് യുവർ അക്കാഡമിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ASOP. SOP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. At the time of admission, the student should have to perform or present ASOP before the admission committee. അപ്പോൾ നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും സ്കിൽസും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. An ASOP is an essay you write when applying to academic programs. It explains why you want to join that program, your goals, and how the program fits with your future plans. Why you selected that program, why you selected that college എന്നൊക്കെയുള്ളത് അവിടെ പറയാം. Significance of ASOP. The ASOP helps you stand out by showing your passion for the field and how well you understand your goals. It's important for demonstrating your commitment and readiness. Okay, നമ്മുടെ പാഷനും ഗോൾ പറഞ്ഞു വെച്ചാൽ എയിം ഒക്കെ എന്താണെന്നുള്ളത് ASOPയിലൂടെ പറയാം. ആ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. ഓക്കെ, യുവർ റെഡിനെസ് ക്യാൻ ബി സെറ്റ് ത്രൂ an ASOP. Essential components ഏതൊക്കെയാണ്? An ASOP should include an introduction. Okay, ഉറപ്പല്ലേ? Why you want to study the program. Goals, your career plans and how the program will help. അല്ലേ? If you want to become a software engineer, you can choose BCA or some other BSc computer science or some courses like that, or BTech. Okay, so അപ്പോൾ അതിന് എൻ്റെ ഈ കോഴ്സ് പഠിച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം you can mention. Why this program, why you chose this specific program. Conclusion. Okay, a brief summary of your fit the program. എങ്ങനെയാണ് നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് ഫിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് അഡാപ്റ്റഡ് ആവുന്നത്, അതിന് യോജിക്കുന്നത്. Making the informed choice. Choose a program that matches your interests. Research the program's faculty, focus and opportunities to show how it fits your academic and career goals. അപ്പം നമ്മൾ അവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടും ഒക്കെ നന്നായി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ ASOP പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പർട്ടിക്കുലർ മേ ബി ഒരു ടീച്ചർ ഉണ്ട്, ആ ടീച്ചർ റിസർച്ച് ഇൻ ദി ഏരിയ ഇൻ വിച്ച് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഈ ASOPയിൽ പറയാം, ദാറ്റ് ഈസ് ഐ വോണ്ട് ടു വർക്ക് അലോങ് വിത്ത് ദാറ്റ് ടീച്ചർ, ഓർ ഇഫ് ദാറ്റ് ടീച്ചർ വിൽ ബി മൈ ഗൈഡ്. കാരണം എൻ്റെ ടേസ്റ്റ് അതാണ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് യു ഹാവ് റിസർച്ച്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ പർട്ടിക്കുലർ പ്രോഗ്രാം. Preparation and review. Plan and write your ASOP early. Review for clarity and check for grammar mistakes. Make sure it follows the program's instructions and fits within the word limit. Word limit concise ആയിരിക്കണം, ഒരുപാട് നീട്ടിപ്പരത്തൊന്നും ചെയ്യരുത്. വിതൗട്ട് ഗ്രാമർ മിസ്റ്റേക്സ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പോയിന്റ് ആയിട്ടിരിക്കണം അല്ലേ? അതായത് ഒരുപാട് നീട്ടിപ്പരത്തി പറഞ്ഞാൽ അത് കേൾക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. Understanding and preparing personal statements. Personal statement എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? A personal statement is an essay where you explain who you are and who you are applying and why you are applying,
and why you are a good fit for the program or job. ASOP പറഞ്ഞ വെരി അക്കാഡമിക്കൽ ആണ്. പക്ഷെ ഇതിൽ എന്താണ് അക്കാഡമിക്കലിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു വേദിയാണ് ദിസ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. Significance. It helps you stand out and shows your personality, experiences, and why you are passionate about the opportunity. ഒരു ജോബ് നമുക്ക് ഇഷ്ടമാണ്, ദാറ്റ് ഈസ് ഐ വാണ്ട്, ASOP നമ്മൾ പറഞ്ഞു ഐ വാണ്ട് ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നു വൈ യു വാണ്ട് ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. കാരണം മേ ബി ദാറ്റ് ഈസ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് യു ആർ some good experiences with some software engineers, or you have watched such persons or a software engineer as your role model or something else. അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അവരെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് വിദേശത്ത് പോയാൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള വേദിയാണ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഹൗ ടു റൈറ്റ് ഇറ്റ്. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എല്ലാറ്റിലും ഇൻട്രൊഡക്ഷൻ വേണം. വൈ യു ആർ അപ്ലൈയിങ്. Main body, share your relevant experiences and skills. Conclusion, explain your goals and how the program or job will help you. Then do's and don'ts. Do's can be honest, specific and personal. Don'ts, don't use clinches, okay, or cliches or too vague. Then avoid grammar mistakes. Okay, അതായത് ഒരുപോലെ എഴുതരുത്, ഒരേ രീതിയിൽ തുടങ്ങുന്ന രീതിയിൽ, അതായത് സാധാരണ ആളുകൾ ചെയ്യുന്ന പോലത്തെ ഒരു തുടക്കമൊന്നും ആവരുത്. ദാറ്റ് ഇസ് യു വാണ്ട് ടു ഇംപ്രസ് ദി ഓഡിയൻസ്, റൈറ്റ്? ദെൻ ഫൈനൽ ടിപ്സ്. റിവ്യൂ യുവർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ക്ലാരിറ്റി. മേക്ക് ഷുവർ ഫിറ്റ്സ് ദ വേർഡ് ലിമിറ്റ് ആൻഡ് പ്രൂഫ് റീഡ് ഫോർ എറേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ഹാവ് ടു റീഡ് ഇറ്റ് വൺസ് അഗെയിൻ ബിക്കോസ് യു ക്യാൻ കറക്റ്റ് യുവർ personal statement if you are reading once more. Hope this video has helped you while you are preparing for the examinations. അപ്പോൾ ഇതിൽ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. essay ഒക്കെ എഴുതുമ്പോൾ പോയിന്റ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ദേ ആർ വെരി ക്രിസ്പി ആൻഡ് റെലവൻറ്റ് പോയിന്റ്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അതൊന്നും മിസ് ചെയ്യരുത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദീസ് ആൻഡ് അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസും. ഓക്കെ, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.